ഹലോ ഗൈസ്. ഇന്ന് അപ്പൊ നമ്മുടെ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. 4 ഡേയ്സ് നമുക്ക് ലോങ് വീക്കെൻഡ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം നമുക്ക് വേറെ പ്ലാൻസോ സ്റ്റേക്കേഷനോ ഒന്നും ചെയ്യണത് ഇപ്പൊ അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിംഗ് അല്ല, ഒരു ചെറിയ ലഞ്ച്. നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ലഞ്ചിന് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് വലിയ ട്രാഫിക് ഉള്ള ഒരു ദിവസമായിരുന്നില്ല. അതുകൊണ്ട് വേഗം എത്താൻ പറ്റി. പിന്നെ ഏകദേശം ഒരു 1 ഇയർ മുമ്പ്, അതായത് കഴിഞ്ഞ ഈദിനാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഈ ഫുഡ്, ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നോണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കണ ഒരാളാ. അപ്പൊ എനിക്ക് അന്ന് ഒട്ടും ഈ പ്രഗ്നൻസി ഇഷ്യൂസ് ഒക്കെ കാരണം തീരെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാനുള്ള മൈൻഡിലാ വന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം ഓർഡർ ചെയ്തു. ഇവിടെ മെയിൻലി സീ ഫുഡ് ആയിരുന്നു ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. സോ സീ ഫുഡിൽ തന്നെ പല വെറൈറ്റീസ് നമ്മൾ ഓർഡർ ചെയ്ത് ട്രൈ ചെയ്തു. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഇവിടുത്തെ ഫിഷ് ഫിംഗേഴ്സും പോംഫ്രൈറ്റ് മസാലയും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു. പക്ഷെ ഇത് രണ്ടുമാണ് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം കുറച്ചു നേരം നടന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെ ഈ ഒരു പാർക്ക് ഉണ്ട്. അവിടെ ഈദായതുകൊണ്ട് കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ നടന്നിറങ്ങി. രാവിലെ തന്നെ നമ്മൾ കറങ്ങാൻ ഇറങ്ങിയോണ്ട് ഇപ്പൊ വൈകിട്ടാവുമ്പോഴേക്കും ബേബി കുറച്ച് ടയേർഡ് ആയിട്ടോ, അതുകൊണ്ട് അവൻ സ്ട്രോളറിൽ കിടന്ന് യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എടുത്ത് നടക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഈ പാർക്കിൽ പോണ വഴി ഒരു ബേക്കറി ഉണ്ട്. അവിടെ അടിപൊളി ഒരു ചോക്ലേറ്റ് പോപ്സിക്കിൾസ് കിട്ടും. അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ ആ വഴി എപ്പോ പോയാലും അത് മേടിക്കും. ഷുഗർ കട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ പോവും. അപ്പൊ വേഗം അത് വാങ്ങി ഞങ്ങൾ കഴിച്ചു. അതിന്റെ ഒരു സന്തോഷമാണ് ഇപ്പൊ എന്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണിത്. ആരെങ്കിലും ആ വഴി പോകണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചു നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പോപ്സിക്കിൾസും കഴിച്ചുകൊണ്ട് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മിക്ക പാർക്കുകളിലും റമദാൻ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റും ഡെക്കറേഷൻസും ആയിട്ട് നല്ല രസാട്ടോ കാണാൻ. ആ ഒരു വൈബ് തന്നെ വേറെയാ. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരു കാര്യമാണ്. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാൻ ഞങ്ങൾ നോക്കാറുണ്ട്. പിന്നെ ബേബിക്കും അവനും ഇങ്ങനെ ലൈറ്റ്സ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്തിറങ്ങാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും, കരയാൻ തുടങ്ങും. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും മാക്സിമം അവനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റണ സിറ്റുവേഷൻസിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് ശീലമാണല്ലോ കുട്ടികൾക്ക്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ കുറെ നേരം ഇരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് ചൂടും ഇല്ല, തണുപ്പും ഇല്ല, എന്നാൽ ചെറിയൊരു കാറ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല രസമുള്ള ഒരു ടൈം ആയിരുന്നു. ഞങ്ങളപ്പോ മാക്സിമം ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, നടന്നു, കുറച്ചു നേരം ഇരുന്നു, വർത്താനം പറഞ്ഞു, കാറ്റ് കൊണ്ടു. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റു പാർക്കുകളിലെ പോലെ തന്നെ കുറെ ടേബിൾസും ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫാമിലിയായി വന്ന് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കാരണം ഇതുപോലെ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുക, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് ഒരു ബ്ലെസ്സിങ് ആണല്ലോ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.